അയ്യോ ഇതെവിടെ അവാർഡാ ഇതെവിടെ പൊട്ടി പുല്ല് വായിക്കാൻ അറിഞ്ഞിരുന്നു. ശരിയാണ്, മെമ്പർ പറഞ്ഞല്ല. എടാ നിനക്ക് കർഷകശ്രീ അവാർഡ് കിട്ടും, എനിക്ക് ഒരുപാട് പിടിപാടുണ്ട്, ഞാൻ എല്ലാ മോളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. മോളില് മെമ്പർക്ക് നല്ല പിടിപാട്. ഇന്നത്തെ പുല്ല് പറപ്പ് ഇത് മതി, കിട്ടിയിരിക്കുന്നത് അവാർഡല്ലേ. ഇത് നാട്ടുകാരെ ഒന്ന് കാണിക്കും. എന്റെ കവലേല സാറളെ, ഇന്ന് നിന്ന ഞാൻ എനിക്ക് കിട്ടിയ അവാർഡാണ്. പോയണ്ണ അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇതേ എനിക്ക് കർഷകശ്രീക്കുള്ള അവാർഡ് മെമ്പർ എനിക്ക് മോളിൽ നിന്ന് തന്നതാണ്. അവാർഡ് അങ്ങോട്ട് മാറിയതല്ലേ, പോയങ്ങോട്ട്. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഒരു കച്ചകൈ, ഒരു എഴുത്തുനായനെ അറിഞ്ഞൂടത്തെ, ഒരു കിഴങ്ങ്, ഒരു പോത്തൈ, ഒരു മണച്ചാമ്പ്രാണി എന്റെ അവാർഡ് കൊടുത്തോണ്ട് പോയി. ഇത് വല്ല അറിഞ്ഞാടാ? ഓ അത്ര ഉള്ളോടാ കാര്യം. ഈ അവാർഡൊക്കെ നമുക്കറിയാം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ലേ, ഒരു നടി എന്ന് പറഞ്ഞൊരു 10-15 നടിമാരിയാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കൊക്കെ ഉള്ളതല്ലേ? ഇതാണ് വലിയ കാര്യം. എല്ലാം പൈസയുടെ കളിയല്ലേ? നിങ്ങൾ കുറെ പൈസ ഇറക്കിയെന്നോ കള്ളൻ. നീ കലാകാരനായിട്ട് നിനക്ക് കിട്ടാത്തതിന്റെ അസൂയല്ലടാ. ഞാൻ പൈസ കൊടുത്താൽ എന്റെ ഷോക്കേസിൽ നിന്ന് എന്താ കറ്റോ? എടാ നീ ഒരുപാട് കഷ്ടപ്പെട്ടറിയാ, എന്നിട്ട് ഒരു അവാർഡെങ്കിലും കിട്ടിയാ. എന്നാൽ അവാർഡിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. എത്രയോ നല്ല നല്ല കലാകാരന്മാർ ഒരു പ്രോത്സാഹനം കിട്ടാതെ കിടപ്പുണ്ട്. അവരാരെങ്കിലും പരിഗണിക്കാറുണ്ടോ? ഇപ്പൊ പണം കൊടുത്ത് അവാർഡ് വാങ്ങുന്നുണ്ട്, അതിനാണ് ഞാൻ എതിർക്കുന്നത്. ഒന്നിൽ കൊടുക്കുന്നവർക്കൊരു ജാള്യത വേണം, ഇല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുന്നവർക്ക്. നിങ്ങളുടെ അവാർഡ് വിട്ടുകളയണ്ട. സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളടേ എനിക്കും ഒരു ആഗ്രഹമില്ലടേ ഒരു അവാർഡ് വാങ്ങണമെന്ന്. ശരി, നിങ്ങൾക്ക് അത്ര വിഷമമാണെങ്കിൽ നമുക്ക് പരസ്പരം ഷാളിടാം. സോഷ്യൽ മീഡിയയിൽ വൈറൽ. എന്താ ആ കർഷകനെ വിളിക്കാം, വരി. നീ പറഞ്ഞാണ് ശരി, നമുക്ക് പരസ്പരം ആദരിക്കാം. ആദ്യം ഞാൻ നിന്നെ ആദരിക്കുന്നു, പിന്നെ നീ എന്നെ ആദരിക്കുന്നു. താങ്ക് യു. ഇനി സോഷ്യൽ മീഡിയ പൊളിക്കണം. ആ കർഷകനെ കൂടി ഞാൻ വിളിക്കാം. അല്ല പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം പറയണല്ലോ, അണ്ണൻ വിഷമമൊന്നും തോന്നൂലല്ലോ? കുഴപ്പമില്ല. അതെ, ഞാൻ ഈ വലിയ വിവരവും വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ഒരാളാണ്. ഈ മണ്ണിൽ കളിച്ചു വളർന്ന ഒരാളാണ്. എന്നിരുന്നാലും എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടാ. ഈ അർഹത ഉള്ളവനെ അവാർഡ് കൊടുത്തേ പറ്റൂ. എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ നിനക്ക്. അയ്യോ എന്നാ ഞാൻ ഒന്ന് ഒരുങ്ങിക്കോട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ കത്തിക്കും.